ഷോറൂമിൽ കൊണ്ട് കാണിക്കുന്ന സമയത്ത് അവർ പറയും വാറണ്ടി കിട്ടില്ല. വാറണ്ടി പീരീഡിൽ പോലും എന്തുകൊണ്ട് നമുക്ക് വാഹനത്തിന് വാറണ്ടി കിട്ടുന്നത്? അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ DRL യെല്ലോ കളറായിട്ടുണ്ട്. അപ്പോൾ ഈ യെല്ലോ കളർ ആയ സമയത്ത് അതിന് എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ളായിരുന്നു, നോർമൽ വാറണ്ടി കഴിഞ്ഞുപോയി. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കാശ് കൊടുത്ത് നിങ്ങൾ വാഹനം മേടിക്കുന്നുണ്ട്, കാശ് കൊടുത്ത് തന്നെ വാറണ്ടി മേടിക്കുന്നുണ്ട്. എത്ര പേർക്ക് ഈ വാഹനത്തിൻ്റെ വാറണ്ടി കൊണ്ട് ഗുണം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വാറണ്ടി കൊണ്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? വാറണ്ടി എടുക്കുന്നത് നല്ലതാണോ അല്ലേ എന്ന് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മളെല്ലാം വാഹനം എടുക്കുന്ന സമയത്ത് വാറണ്ടി എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയും വാറണ്ടി നമ്മൾ എടുത്തേ പറ്റുമെന്ന്. പക്ഷേ ഈ വാറണ്ടി നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ലാതായി പോയല്ലോ. അതായത് സർവീസ് സെൻറ്ററിൽ കൊണ്ട് കാണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് നമ്മളിത് ഷോറൂമിൽ കൊണ്ട് കാണിക്കും. ഷോറൂമിൽ കൊണ്ട് കാണിക്കുന്ന സമയത്ത് അവർ പറയും വാറണ്ടി കിട്ടില്ല. വാറണ്ടി പീരീഡിൽ പോലും എന്തുകൊണ്ട് നമുക്ക് വാഹനത്തിന് വാറണ്ടി കിട്ടുന്നില്ല? എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, വാഹനം സർവീസിന് കൊണ്ട് കൊടുത്തു, പക്ഷേ വാഹനത്തിന് നമുക്ക് വാറണ്ടി കിട്ടിയില്ല. കാരണം എൻ്റെ ഇന്ന പാർട്സ് കംപ്ലയിൻ്റ് ആയി ഞാനത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിന് വാറണ്ടി കിട്ടില്ല. നിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട്. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനം, നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച വാഹനം, നിങ്ങൾ കാശ് മുടക്കി വാറണ്ടി മേടിച്ചൊരു വാഹനം, അതായത് എക്സ്റ്റൻഡ് വാറണ്ടി കവർ ആകില്ല. എന്തുകൊണ്ട് ഇത് എക്സ്റ്റൻഡ് വാറണ്ടി കവർ ആകില്ല എന്ന് ചോദിക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുണ്ട്. ഒരു വാഹനം കൃത്യമായിട്ടുള്ള സർവീസ്, അതായത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഷോറൂമിൽ തന്നെയാണ് സർവീസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അല്ലാതെ കുറേ സർവീസ് പുറത്ത് സർവീസ് സെൻറ്ററിലൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ ഷോറൂമിൽ കൊണ്ട് കൊടുത്തിട്ട് വാറണ്ടി തരണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കിട്ടില്ല. പക്ഷേ സർവീസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നൊരു വാഹനമാണ് നിങ്ങളുടേതെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നിങ്ങൾക്ക് ചോദിക്കാൻ റൈറ്റ്സ് ഉണ്ട്. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരുന്നത്, കഴിഞ്ഞ ദിവസം ഒരു ബ്രസയുടെ കസ്റ്റമർ എന്നെ വിളിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ DRL യെല്ലോ കളറായിട്ടുണ്ട്. അപ്പോൾ ഈ യെല്ലോ കളർ ആയ സമയത്ത് അതിന് എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ളായിരുന്നു, നോർമൽ വാറണ്ടി കഴിഞ്ഞുപോയി. എന്നാലും 25,000-26,000 രൂപ മുടക്കി ആ ഒരു ഹെഡ്ലൈറ്റ് മാറുന്നതിന് പകരം ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് വാറണ്ടിക്ക് ചോദിച്ചില്ല. നേരെ എന്നോട് പറഞ്ഞൊരു കാര്യം, വാറണ്ടി ചോദിച്ചപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് കിട്ടില്ല? 100% നമ്മുടെ റൈറ്റ്സ് ആണ്. ഒരു പുതിയ വാഹനം നമ്മൾ മേടിച്ചതാണ്, സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ പിന്നെ അവർ യൂസ് ചെയ്തതിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് പറയാം. ഹിറ്റോ ഡാമേജസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ വാറണ്ടി കവറേജ് കിട്ടണം. അതുകൊണ്ട് ഇനി തൊട്ടെങ്കിലും നിങ്ങൾക്ക് അറിയാൻ മേലാത്ത എല്ലാവർക്കും ഈ പറഞ്ഞൊരു കാര്യം പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഏത് പാർട്സിന് കംപ്ലയിൻറ്റ് വന്നാലും എന്തുകൊണ്ട് കിട്ടില്ലെന്ന് തിരക്കുക. പിന്നെ 2-3 കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയാം. ടയറിന് ശരിക്കും പ്രോറേറ്റ ബേസ് വെച്ചാണ് വാറണ്ടി കിട്ടുന്നത്. പ്ലാസ്റ്റിക് കമ്പോണൻസ് അഥവാ തേയ്മാനം വരുന്ന എന്തെങ്കിലും പാർട്സുകൾ, ഇപ്പോൾ ക്ലച്ച് ഇപ്പം ഞാൻ ഓടിച്ച് പഠിക്കുകയാണ്, എൻ്റെ വാഹനം ഞാൻ ഓടിച്ച് പഠിച്ച് ക്ലച്ച് തീർന്ന് ഒരു കാരണവശാലും വാറണ്ടി കിട്ടത്തില്ല, ചോദിക്കേണ്ട. ബ്രേക്ക് പാഡ് നമ്മുടെ യൂസേജ് കൊണ്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഒരു സൈഡ് പെട്ടെന്ന് ബ്രേക്ക് പാഡ് തീർന്നു, മറ്റേ സൈഡ് ഒട്ടും തീർന്നിട്ടില്ല, അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. ബ്രേക്കിൻ്റെ റോട്ടർ അതും നമ്മുടെ യൂസേജ് തന്നെയാണ്. പക്ഷേ ഒരു സൈഡ് പെട്ടെന്ന് തീർന്നു, മറ്റേ സൈഡ് തീർന്നിട്ടില്ല, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണെങ്കിൽ അതിനും വാറണ്ടി കിട്ടും. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിന് വേണ്ടി നമ്മൾ കുറച്ച് മെനക്കെടണം. ഈ വാറണ്ടി കിട്ടണമെങ്കിൽ മെനക്കെടുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ആദ്യം പറയുന്നൊരു കാര്യമാണ് കിട്ടത്തില്ല. എന്തുകൊണ്ട് കിട്ടത്തില്ല നിങ്ങൾ ചോദിക്കുക, വേറൊരു സ്ഥലത്തും കൂടെ ചോദിക്കുക, ഒരു 2-3 എൻക്വയറി നടത്തുക എന്തുകൊണ്ട് കിട്ടില്ല എന്നുള്ളൊരു കാര്യം. ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന് വാറണ്ടി കിട്ടിയിരിക്കും. ഇത് ഞാൻ പറയുന്നൊരു കാര്യമാണ്.